നമസ്കാരം. ഞാൻ അമലക്ഷയ്. സിനിമ പഠിക്കണമെന്നും അതിന്റെ ഭാഗമാകണമെന്നും ആഗ്രഹമുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് തുടങ്ങിയ യൂട്യൂബ് വീഡിയോ സീരീസിലെ 28ാമത്തെ ക്ലാസ്സിലേക്കും അതുപോലെ തന്നെ അഡ്വാൻസ് ഫിലിം ഡയറക്ഷന്റെ 2ാമത്തെ ക്ലാസ്സിലേക്കും ഏവർക്കും സ്വാഗതം. അപ്പം നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ആദ്യമായിട്ടാണ് ഫിലിം ഡയറക്ഷന്റെ ഈ ഒരു ക്ലാസ് കാണുന്നതെങ്കിൽ ഇതിനു മുമ്പ് തന്നെ ഞാൻ ഒരു 5 ഡയറക്ഷന്റെ ബേസിക് ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്ലാസ്സുകൾ കണ്ടിട്ട് മാത്രം നിങ്ങൾ ഈ ഒരു വീഡിയോ മുന്നോട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേയധികം കാര്യങ്ങൾ എളുപ്പം മനസ്സിലാകുന്നതായിരിക്കും. അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ ദാ ഇവിടെ കൊടുക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കണ്ടു നോക്കാനായിട്ട് പറ്റുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പ്രീ പ്രൊഡക്ഷനെ പറ്റിയാണ്. അതായത് എന്താണ് പ്രീ പ്രൊഡക്ഷൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു സിനിമയുടെ തിരക്കഥയെല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നേരെ ഓടിപ്പോയി അങ്ങ് ഷൂട്ട് ചെയ്യുകയല്ല. അങ്ങനെ ഒരു ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ കുറേയധികം പ്രിപ്പറേഷൻസ് ഒരു ഡയറക്ടറിന്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹം ചെയ്യേണ്ടതുണ്ട്. അതിനെയാണ് നമ്മൾ പ്രീ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഇതെന്ന് പറയുന്നത് ഒരിക്കലും ഒരു എളുപ്പമുള്ള പരിപാടിയല്ല. അതായത് കണ്ണും പൂട്ടിയിട്ട് ഓടിപ്പോയി 1-2 ദിവസം കൊണ്ട് ചെയ്യുന്ന ഒരു പരിപാടിയല്ല പ്രീ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഒരു 2 മുതൽ 3 മാസം വരെ കുറേയധികം ആൾക്കാർ, ഡയറക്ടർ മാത്രമല്ല അദ്ദേഹത്തിന്റെ കൂടെ ഒരു ടീം ഇരുന്ന് വർക്ക് ചെയ്തിട്ടാണ് ഇത്തരത്തിൽ പ്രീ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു പ്രീ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇത്തരത്തിൽ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കുകയുള്ളൂ. അപ്പോൾ പ്രീ പ്രൊഡക്ഷൻ പക്കയാണെങ്കിൽ അടിപൊളിയായിട്ട് ചാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ സുഗമമായിട്ട് ഇത്തരത്തിൽ ആ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ പ്രൊഡ്യൂസർക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയുടെ എമൗണ്ട് കുറയ്ക്കാനും പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് പ്രീ പ്രൊഡക്ഷൻ, അതിന്റെ വിവിധ ഘട്ടങ്ങൾ എന്തെല്ലാമാണ്, അതുപോലെ തന്നെ ഒരു പ്രീ പ്രൊഡക്ഷനിൽ ഡയറക്ടർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്, അസിസ്റ്റന്റ് ഡയറക്ടർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്, അസോസിയേറ്റ് ഡയറക്ടർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് തുടങ്ങിയ കംപ്ലീറ്റ് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, അതായത് മലയാളത്തിൽ നിന്നല്ല മറ്റൊരു ഭാഷയിലും ഇത്തരത്തിൽ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഒരു പ്രീ പ്രൊഡക്ഷൻ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ പ്രീ പ്രൊഡക്ഷൻ പഠിക്കാനായിട്ട് പോവുകയാണ്. ഈ നിമിഷം മുതൽ നിങ്ങളാണ് ഡയറക്ടർ. ഓക്കെ. അപ്പോൾ നിങ്ങളൊരു ഡയറക്ടറാണ്. നിങ്ങളുടെ അടുക്കൽ മിഥുൻ മാനുവൽ തോമസ് അദ്ദേഹത്തിന്റെ ഒരു തിരക്കഥയായിട്ട് വന്നിട്ട് പറയുകയാണ്, നിങ്ങൾ വേണം ആ ഒരു തിരക്കഥ ഡയറക്ട് ചെയ്യാനെന്ന്. അപ്പം മിഥുൻ മാനുവൽ തോമസ് ആയതുകൊണ്ട് തന്നെ അടിപൊളി തിരക്കഥയാണ്. നിങ്ങൾ വായിച്ചു നോക്കിയപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ പ്രൊഡ്യൂസറും ഉണ്ട്. പ്രൊഡ്യൂസറിനും ആ ഒരു തിരക്കഥ ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങളാണ് ഈ ഡയറക്ട് ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങൾ പേടിക്കുന്നുണ്ടായിരിക്കും, നിങ്ങൾക്ക് ഡയറക്ഷനെ പറ്റി ഒന്നും അറിയില്ല, പിന്നെ നിങ്ങൾ എങ്ങനെ ഡയറക്ട് ചെയ്യുമെന്നല്ലേ? പേടിക്കേണ്ട, നമ്മൾ ഡയറക്ഷനെ പറ്റി കംപ്ലീറ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ മുന്നിലേക്ക് പഠിക്കാനായിട്ട് പോവുകയാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ തിരക്കഥ കിട്ടി. അപ്പം നിങ്ങൾ ഇനി എന്താണ്, നിങ്ങളുടെ തിരക്കഥ കിട്ടി, നിങ്ങളത് വായിച്ചു നോക്കി. ആ വായിച്ചു നോക്കിയ സമയത്ത് അത് നല്ല രീതിയിൽ എഴുതിയേക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു സിനിമ നിങ്ങളുടെ മനസ്സിൽ കാണാനായിട്ട് പറ്റിയില്ലേ? ഡയറക്ടറുടെ ജോലി എന്ന് പറയുന്നത് സിമ്പിളാണ്. നിങ്ങൾ മനസ്സിൽ കണ്ട ആ ഒരു സാധനത്തെ ഇത്തരത്തിൽ തിയേറ്ററിലേക്ക് എത്തിച്ച് പ്രേക്ഷകരെ കാണിക്കുക. അത്രമാത്രം നിങ്ങളുടെ ഡയറക്ടറിന്റെ പണി. അപ്പോൾ ഇനി എന്താണ് അടുത്ത ഘട്ടം, എന്താണ് അടുത്ത, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയണ്ടേ? അതായത് നിങ്ങൾ ഇനി ആദ്യം തന്നെ ചെയ്യേണ്ടത് ആസ് എ ഡയറക്ടർ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ക്രൂ മെമ്പേഴ്സിനെ, അതായത് നിങ്ങളുടെ കൂടെ ചേർന്ന് നിന്ന് വർക്ക് ചെയ്യാൻ, നിങ്ങളുടെ ആ ഒരു പ്രോജക്റ്റ് ഓൺ ആക്കി എടുക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ക്രൂ മെമ്പേഴ്സിനെ നിങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ ഒരു ഡയറക്ടർ എന്നുള്ള നിലയിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ക്രൂ മെമ്പേഴ്സ് ആരെല്ലാമാണെന്ന് ഡിസൈഡ് ചെയ്യുക. അതായത് ആരാണ് അസോസിയേറ്റ് ഡയറക്ടർ, ആരാണ് അവർക്ക് താഴെ വരുന്ന അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്, അതുപോലെ തന്നെ ആരാണ് നിങ്ങളുടെ ആ ഒരു പടത്തിന്റെ സിനിമോട്ടോഗ്രാഫർ, ആരാണ് നിങ്ങളുടെ ഫിലിമിന്റെ എഡിറ്റർ, അതുപോലെ ആരാണ് അതിന് ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആർട്ട് ഡയറക്ടർ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. അതായത് നിങ്ങളുടെ പടം നിങ്ങൾ ആഗ്രഹിച്ച കണക്ക് ഇത്തരത്തിൽ എത്തിക്കണമെങ്കിൽ, പ്രേക്ഷകരിലേക്ക് എത്തിക്കണമെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ നല്ല രീതിയിൽ, ഈ പറഞ്ഞ ടെക്നിക്കൽ സൈഡുള്ള ആൾക്കാരെല്ലാം തന്നെ നല്ല രീതിയിൽ ഈ പറയുന്ന വർക്ക് അറിയാവുന്ന ആൾക്കാരായിരിക്കണം. അപ്പോൾ ഇവിടെയാണ് നമ്മളൊരു ടീം എന്ന് പറയുന്നത് അല്ലേ? അതായത് ഒരു ഡയറക്ഷന്റെ ടീം എന്നൊക്കെ പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ആൾക്കാരാണ് നമ്മളൊരു ടീം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം ഒരു നല്ല ടീം നിങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൊഡക്ഷൻ സൈഡിലേക്ക്, പ്രൊഡക്ഷൻ കൺട്രോൾ, പ്രൊഡക്ഷൻ മാനേജർ, ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഡയറക്ടർ അത്ര ശ്രദ്ധ കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ഇത്തരത്തിൽ പ്രൊഡ്യൂസർ, എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ ആണെങ്കിൽ അവർ ആ പറഞ്ഞ ആൾക്കാരെ എല്ലാം തന്നെ സോർട്ട് ചെയ്ത് നിങ്ങൾക്ക് തന്നോളും. നിങ്ങൾ അത് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. എന്നാലും നിങ്ങളുടെ മനസ്സിലുള്ള, ആസ് എ ഡയറക്ടർ നിങ്ങളുടെ മനസ്സിലുള്ള സിനിമയെ നിങ്ങൾക്ക് സിനിമയാക്കി ഇറക്കണമെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ആരെല്ലാമാണെന്ന് നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യണം. അവരെ നിങ്ങൾ തന്നെ സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ന ഡയറക്ടർ നിങ്ങളുടെ ആ ഒരു മുഴുവൻ ക്രൂവിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി പ്രീ പ്രൊഡക്ഷന്റെ വർക്കുകളിലേക്ക് കടക്കാനായിട്ട് പോവുകയാണ്. അതിന് മുമ്പായിട്ട് എനിക്കൊരു കാര്യം എടുത്തു പറയാനുള്ളത്, പ്രീ പ്രൊഡക്ഷൻ വർക്ക് എന്ന് പറഞ്ഞ ഇത്തരത്തിൽ ഓരോ ഡയറക്ടേഴ്സും അവരവരുടെ ശൈലിയിൽ അല്ലെങ്കിൽ അവരവരുടെ രീതിയിലായിരിക്കും ചെയ്തു വരിക. എന്നിരുന്നാൽ പോലും നമ്മൾ ഓവറാൾ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ എല്ലാവരും ചെയ്യുന്നത് ഏകദേശമൊക്കെ ഒരേ മെത്തേഡ് തന്നെ ആയിരിക്കും, എങ്കിലും അത് പല രീതിയിലായിരിക്കും ചെയ്യുക. അതുകൊണ്ട് തന്നെ ഞാൻ പഠിച്ച് മനസ്സിലാക്കിയ ഒരു രീതിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ന ഡയറക്ടർ ആദ്യം നിങ്ങളുടെ ആ ഒരു അസോസിയേറ്റ് ഡയറക്ടറിനെ വിളിച്ചിട്ട് അദ്ദേഹത്തിനോട് സ്ക്രിപ്റ്റ് ബ്രേക്ക് ഡൗൺ ഷീറ്റ് തയ്യാറാക്കി തരാനായിട്ട് ആവശ്യപ്പെടണം. അപ്പോൾ എന്താണ് സ്ക്രിപ്റ്റ് ബ്രേക്ക് ഡൗൺ ഷീറ്റ് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് മനസ്സിലാക്കാനായിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ ഗൂഗിൾ ഡോക്കിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ ഇത്തരത്തിൽ ഒരു സാമ്പിൾ സ്ക്രിപ്റ്റ് ബ്രേക്ക് ഡൗൺ ഷീറ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നിങ്ങളെ പഠിപ്പിക്കാനായിട്ട്. അപ്പോൾ ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതാ കാണാനായിട്ട് വരുന്നുണ്ട്. ഇത്തരത്തിൽ മുകളിൽ തന്നെ സ്ക്രിപ്റ്റ് ബ്രേക്ക് ഡൗൺ ഷീറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. പ്രൊഡക്ഷൻ ടൈറ്റിൽ, അങ്ങനെ സീൻ നമ്പർ, അങ്ങനെ കുറച്ച് ബേസിക് കാര്യങ്ങൾ ഇവിടെ ഉണ്ടല്ലേ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു സ്ക്രിപ്റ്റ് ബ്രേക്ക് ഡൗൺ ഷീറ്റ് എന്ന് പറയുന്നത് ഒരു സീനിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ തിരക്കഥയിൽ 80 സീനുകളാണ് ഉള്ളതെങ്കിൽ, എക്സാമ്പിൾ പറയുകയാണ് 80 സീനാണ് ഉള്ളതെങ്കിൽ ആ ഒരു തിരക്കഥയ്ക്ക് 80
സ്ക്രിപ്റ്റ് ബ്രേക്ക് ഡൗൺ ഷീറ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതൊരു സീനിൻ്റെ സ്ക്രിപ്റ്റ് ബ്രേക്ക് ഡൗൺ ഷീറ്റാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതാ സീൻ നമ്പർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം എത്രാമത്തെ സീനാണ്, ഒന്നാമത്തെ സീനാണെങ്കിൽ ഒന്നാമത്തെ സീൻ എടുക്കുക. അതുപോലെ തന്നെ ആ ഒരു സീൻ ഒരു നെയിം നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കുക. അതുപോലെ ആ സീൻ ഇന്റീരിയർ ആണോ എക്സ്റ്റീരിയർ ആണോ അത് കൊടുക്കുക. രാത്രിയാണോ പകലാണോ, അതുപോലെ ആ ഒരു സീനിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളൊരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റുന്നതാണ്. അതുപോലെ തന്നെ ലൊക്കേഷൻ, ഏത് ലൊക്കേഷനിലാണ് ഇത് നടക്കുന്നത് എന്നുള്ളത്. ഇനി ആ ഒരു സീനിൽ ഏതെല്ലാം കഥാപാത്രങ്ങളാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ എഴുതാനായിട്ട് പറ്റുന്നതാണ്. ഇനി നിങ്ങളിവിടെ കാണുന്ന ഒരു പ്രധാനപ്പെട്ട സാധനം എക്സ്ട്രാസ് എന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്ട്രാസ് ഡയലോഗ് എന്നും കൊടുത്തിട്ടുണ്ട്, എക്സ്ട്രാസ് അറ്റ്മോസ്ഫിയർ എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എക്സ്ട്രാസ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ പൊതുവെ ജൂനിയർ ആർട്ടിസ്റ്റിനെയാണ് നമ്മൾ എക്സ്ട്രാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ തന്നെ ഇത്തരത്തിൽ എക്സ്ട്രാസ് ഡയലോഗ് ഉണ്ട്, എക്സ്ട്രാസ് അറ്റ്മോസ്ഫിയർ ഉണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കാനായിട്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു നായകനും നായികയും കൂടെ ഒരു കോഫി ഷോപ്പിൽ ഇരിക്കുകയാണെന്ന് കരുതുക. അപ്പം അവരാണ് മെയിൻ ആർട്ടിസ്റ്റ് അല്ലേ, അത് വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ആക്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ആക്ട്രസ് ആയിരിക്കാം. അങ്ങനെ അവർ കോഫി കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കോഫി ഷോപ്പിൽ വന്നിരിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ വെയിറ്റർ വന്നിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ ഈ വെയിറ്റർ എന്ന് പറയുന്നത് പൊതുവേ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു വെയിറ്റർ വന്നിട്ട് എന്താണ് മാഡം അല്ലെങ്കിൽ എന്താണ് സാർ വേണ്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ അവരെയാണ് നമ്മൾ ഇത്തരത്തിൽ എക്സ്ട്രാസ് ഡയലോഗ് എന്ന് പറയുന്നത്. അതായത് ഡയലോഗുള്ള വളരെ ഫേമസ് ഒന്നും അല്ലാത്ത ജൂനിയർ ആർട്ടിസ്റ്റുകളാണ് നമ്മൾ എക്സ്ട്രാസ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ എക്സ്ട്രാസ് അറ്റ്മോസ്ഫിയർ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇവിടെയും ജൂനിയർ ആർട്ടിസ്റ്റുകൾ തന്നെയായിരിക്കും വരുന്നത്. എന്നാൽ അവരെന്ന് പറഞ്ഞ ഇത്തരത്തിൽ അവർക്ക് ഡയലോഗ് ഉണ്ടാകില്ല. അപ്പം ഇവിടെ അറ്റ്മോസ്ഫിയർ എന്താണെന്ന് ചോദിക്കുന്നത്, അതായത് എക്സ്ട്രാസ് അറ്റ്മോസ്ഫിയർ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കോഫി ഷോപ്പ് ആണെങ്കിൽ ഒരു കോഫി ഷോപ്പിൽ നായകനും നായികയും ഇരുന്ന് കോഫി കുടിക്കുന്നുണ്ടെങ്കിൽ അവിടെ വേറെ കുറേ ആൾക്കാർ കോഫി കുടിക്കാനായിട്ട് വരുന്നുണ്ടായിരിക്കും അല്ലേ. ആ കുറേ ആൾക്കാർക്ക് ഡയലോഗോ കാര്യങ്ങളോ ഒന്നും കാണിക്കില്ല, അവർ വെറുതെ വന്നിരുന്ന് കോഫി കുടിച്ചിട്ട് പോകുന്ന ആ ഒരു എഫക്റ്റ് കിട്ടാനായിട്ട്. അപ്പോൾ അവരെയാണ് നമ്മൾ എക്സ്ട്രാസ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്, അവർക്ക് ഡയലോഗ് ഉണ്ടാകില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി അടുത്ത സ്റ്റണ്ട് എന്ന് പറയുന്ന ഇതിലേക്ക് പോവുകയാണ്. അപ്പോൾ സ്റ്റണ്ട് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയാം പൊതുവേ നമ്മൾ ആക്ഷൻ ആണ് സ്റ്റണ്ട് എന്ന് പറഞ്ഞില്ലേ. അപ്പം സ്റ്റണ്ട് എന്ന് പറയുന്നത് ഇവിടെ മീൻ ചെയ്തിരിക്കുന്നത് ഒരു ഇടിയോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെയല്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഒരു സീൻ ഒരാൾ നടന്നു പോകുകയാണ്, അയാൾ തെന്നി അടിച്ച് വീഴുന്നു, അല്ലെങ്കിൽ ഒരാൾ ഏണി വെച്ച് കയറുകയാണ്, അയാൾ അവിടുന്ന് വീഴുന്നു. ഇവിടെയൊക്കെ തന്നെ സ്റ്റണ്ട് വരുന്നതാണ്. അപ്പം ഇതൊന്നും ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അവിടെ സ്റ്റണ്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ആക്ഷൻ്റെ ആ ടീം അവിടെ വന്ന കാര്യങ്ങൾ അവർക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനാണ് നമ്മൾ സ്റ്റണ്ടെന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത നോക്കുകയാണെങ്കിൽ ഇവിടെ പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് കാണാനായിട്ട് വരുന്നുണ്ട്. അതായത് ആ ഒരു സീനിൽ എന്തെല്ലാം പ്രോപ്പർട്ടീസ് ആണ് വേണ്ടതെന്നുള്ളതാണ് ഇവിടെ വരുന്നത്. അത് കൂടുതലും ആർട്ട് ഡയറക്ടറും അല്ലെങ്കിൽ ആ മേഖലയിലുള്ള ആൾക്കാർ ഇത് ഫില്ല് ചെയ്തോളും. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. അതുപോലെ തന്നെ അടുത്തത് കോസ്റ്റ്യൂം ഉണ്ട്, മേക്കപ്പ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റും അല്ലെങ്കിൽ ആ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് അവരെല്ലാം അത് ഫില്ല് ചെയ്തോളും. നിങ്ങൾ അതിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ തന്നെ അനിമൽസിനെ കുറിച്ചും ഇനി അതുപോലെ തന്നെ സ്പെഷ്യൽ എക്യൂപ്മെന്റ്സ്, അതായത് ഇപ്പം ചില ഷോകൾ എടുക്കാനായിട്ട് ഇത്തരത്തിൽ സ്പെഷ്യൽ ലെൻസുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ എക്യൂപ്മെന്റ്സ് ചില സീനുകളിൽ ആവശ്യം വരും. അപ്പം നിങ്ങൾ ചെയ്യുന്ന സീനിൽ അത്രയും സ്പെഷ്യൽ എക്യൂപ്മെന്റ്സ് ഉണ്ടെങ്കിൽ അത് ഇവിടെ നോട്ട് ചെയ്യേണ്ടതാണ്. പിന്നെ പ്രൊഡക്ഷൻ നോട്ട് എന്ന് പറയുന്ന ഇത്തരത്തിൽ പ്രൊഡക്ഷൻ കൺട്രോളർ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ മാൻ, ആ ഒരു പ്രൊഡക്ഷൻ ടീം ആണ് ഇത്തരം കാര്യങ്ങൾ ഇവിടെ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം സ്ക്രിപ്റ്റ് ബ്രേക്ക് ഡൗൺ ഷീറ്റ് എന്താണെന്ന് മനസ്സിലായി. അപ്പം ഓരോ സീനിനും ഇത്തരത്തിൽ സ്ക്രിപ്റ്റ് ബ്രേക്ക് ഡൗൺ ഷീറ്റ് തയ്യാറാക്കേണ്ടതുണ്ട്. ആ ജോലി ചെയ്യുന്നത് അസോസിയേറ്റ് ഡയറക്ടർ അല്ലെങ്കിൽ ഫസ്റ്റ് അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരിക്കും അല്ലേ. പൊതുവേ സിനിമയിൽ ഇത്തരത്തിൽ അസോസിയേറ്റ് ഡയറക്ടർ തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു തിരക്കഥയിൽ 80 സീൻ ഉണ്ടെങ്കിൽ ആ ഒരു 80 സീനിനും ഇത്തരത്തിൽ ഈ ഒരു സ്ക്രിപ്റ്റ് ബ്രേക്ക് ഡൗൺ ഷീറ്റ് ആര് തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കും, അസോസിയേറ്റ് ഡയറക്ടർ തയ്യാറാക്കി തരും. അങ്ങനെ അദ്ദേഹം ഇത് തയ്യാറാക്കി തരുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ ഒരു ക്ലാരിറ്റി കിട്ടും. ഓക്കെ, ഓരോ സീനിലും എന്തെല്ലാമാണ് വേണ്ടതെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് വരും അല്ലേ. അപ്പോൾ സ്ക്രിപ്റ്റ് ബ്രേക്ക് ഡൗൺ ഷീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഡയറക്ടർ എന്നുള്ള നിലയിൽ നിങ്ങൾ ഇനി പ്രധാനമായിട്ടും സോർട്ട് ചെയ്യേണ്ട 4 കാര്യങ്ങളാണ്: ലൊക്കേഷൻ, ആക്ടേഴ്സ്, കോസ്റ്റ്യൂം, പ്രോപ്പർട്ടീസ്. അപ്പോൾ ഈ 4 കാര്യങ്ങളിലേക്കാണ് ഇനി നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ഒരു അസോസിയേറ്റ് ഡയറക്ടർ ഉണ്ട്, അദ്ദേഹത്തിനോടാണ് നിങ്ങൾ ഇതെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ അസോസിയേറ്റ് ഡയറക്ടറിന്റെ കീഴിലായിട്ട് വർക്ക് ചെയ്യുന്ന 3-4 അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് കാണും അല്ലേ. അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് ഒരു അസിസ്റ്റന്റ് ഡയറക്ടറിനെ വിളിച്ചിട്ട് അദ്ദേഹത്തിന് ഒരു ചുമതല കൊടുക്കുകയാണ്. അതായത് ഈ സ്ക്രിപ്റ്റ് ബ്രേക്ക് ഡൗൺ ഷീറ്റ് അല്ലെങ്കിൽ ആ ഒരു തിരക്കഥ വായിച്ച സമയത്ത് നമുക്ക് ഇത്ര ലൊക്കേഷൻസ് വേണമെന്ന് മനസ്സിലായിട്ടുണ്ടല്ലേ. അപ്പോൾ ഈ ഒരു സ്ക്രിപ്റ്റ് ബ്രേക്ക് ഡൗൺ ഷീറ്റ് എല്ലാം വായിച്ച് നോക്കിയ സമയത്ത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട് കുറേയധികം ലൊക്കേഷൻസ്, ആ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറേയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൊക്കേഷൻസ് വേണമല്ലേ. അതായത് ഒരു കോളേജ് ആയിരിക്കാം, ഒരു പോലീസ് സ്റ്റേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു രാജകൊട്ടാരമായിരിക്കാം, അങ്ങനെ കുറേയധികം ലൊക്കേഷൻസ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഈ ലൊക്കേഷൻസ് എല്ലാം കണ്ടുപിടിച്ച് അത് സോർട്ട് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം ഇത്തരത്തിൽ നിങ്ങളുടെ ഫസ്റ്റ് അസിസ്റ്റന്റ് ഡയറക്ടർക്ക് കൊടുക്കുകയാണെന്ന് കരുതുക. അപ്പോൾ ഈ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ഒറ്റയ്ക്കല്ല ഇത് പോയി കണ്ടെത്താനായിട്ട് പോകുന്നത്, അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പ്രൊഡക്ഷൻ മാനേജർ ഉണ്ടായിരിക്കും. പ്രൊഡക്ഷൻ മാനേജറുടെ കൂടെ ഇത്തരത്തിൽ ലൊക്കേഷൻ മാനേജർ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഇത്തരത്തിൽ ഓരോ ലൊക്കേഷനിലും ഓരോ ലോക്കൽ മാനേജേഴ്സും ഉണ്ടായിരിക്കും. അതായത് ഈ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറുടെ ഇടയ്ക്ക് പറയുകയാണ് തിരക്കഥയ്ക്ക് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ബ്രേക്ക് ഡൗണിൽ ആവശ്യമായിട്ടുള്ള അസിസ്റ്റന്റ് ഡയറക്ടറിന് എന്തായാലും ആ ഒരു ലൊക്കേഷനെ പറ്റിയൊക്കെ നല്ല ധാരണ കാണും. അപ്പോൾ ആ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ഇത്തരത്തിൽ ഈ ഒരു പ്രൊഡക്ഷൻ മാനേജറുടെ കൂടെ ഇത്തരത്തിൽ ഈ ഒരു ലൊക്കേഷൻ ഹണ്ടിങ്ങിലേക്ക് പോവുകയാണ്. അതായത് ഈ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ഇത്തരത്തിൽ പ്രൊഡക്ഷൻ മാനേജറോടും ഇത്തരത്തിൽ ലൊക്കേഷൻ മാനേജറോടൊക്കെ ആവശ്യപ്പെടും ഇന്ന ലൊക്കേഷൻസ് ആണ് വേണ്ടതെന്ന്. അപ്പോൾ ഇത്തരത്തിൽ ഈ പറയുന്ന ലൊക്കേഷൻ മാനേജർ എന്ന് പറഞ്ഞ ഒരുപാട് പടങ്ങളിൽ വർക്ക് ചെയ്തതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അറിയാം ഏത് കൊട്ടാരമാണ് വേണ്ടെങ്കിൽ എവിടെയെല്ലാമാണ് കൊട്ടാരമുള്ള അല്ലെങ്കിൽ എവിടെയെല്ലാമാണ് കോളേജുകളുള്ള, ഇതെല്ലാം തന്നെ അദ്ദേഹത്തിന് അറിയാം. അപ്പം ആ ഒരു കഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ആ കോളേജ് അദ്ദേഹം മനസ്സിലാക്കിയിട്ട് ഇത്തരത്തിൽ
ഇത്തരത്തിൽ ഒരു കോളേജ് ചോദിക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ മഹാരാജാസ് കോളേജ് അല്ലെങ്കിൽ CMS കോളേജ് അങ്ങനെ 3-4 കോളേജുകളുടെ ഫോട്ടോഗ്രാഫ്സും ലിസ്റ്റും എല്ലാം തന്നെ ഈ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ കൊടുക്കുന്നതാണ്. അങ്ങനെ ഈ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ഇതെല്ലാം തന്നെ ഫോട്ടോഗ്രാഫ്സും മറ്റു കാര്യങ്ങളെല്ലാം വെച്ച് നോക്കിയിട്ട് ഇനി അവിടെ പോയി കാണണമെങ്കിൽ അത് പോയി കണ്ടതിന് ശേഷം ഒരു ഫൈനൽ ലിസ്റ്റ് തയ്യാറാക്കി ആ ഒരു ഇന്ന ലൊക്കേഷൻസ് ആണെന്നുള്ളത് തയ്യാറാക്കിയിട്ട് ഇത്തരത്തിൽ അസോസിയേറ്റിന് കൊടുക്കും. അസോസിയേറ്റ് ഇത്തരം ഡയറക്ടറിന് കൊടുക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ന് പറയുന്ന ഡയറക്ടറിന്റെ ജോലി എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ അസോസിയേറ്റ് കൊണ്ട് തരും, ഈ ഒരു ലിസ്റ്റ് കൊണ്ട് തരും. അത് നോക്കിയിട്ട് ആ ഒരു ലൊക്കേഷൻ മതിയോ വേണ്ടേ, അല്ലെങ്കിൽ ആ ലൊക്കേഷൻ കൊള്ളില്ല, എനിക്ക് വേറെ ലൊക്കേഷനാണ് വേണ്ടതെന്ന് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അവിടെ നടന്നുകൊള്ളും. അപ്പോൾ ഈ പറഞ്ഞ ലൊക്കേഷൻ ഹണ്ടിങ്ങും ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് തന്നെയാണ് ഇത്തരത്തിൽ നിങ്ങൾ മറ്റൊരു അസിസ്റ്റന്റ് ഡയറക്ടറിനെ വിളിച്ചിട്ട് അദ്ദേഹത്തോട് പറയുകയാണ് ഇത്തരത്തിൽ ഈ പറഞ്ഞ ആ കാസ്റ്റുകൾ ആരൊക്കെയാണ്, അതായത് നിങ്ങളുടെ കഥ ഈ സ്ക്രിപ്റ്റ് ബ്രേക്ക് ഡൗൺ ഷീറ്റിൽ നിന്ന് തന്നെ നമുക്ക് കാസ്റ്റുകൾ ആരെല്ലാമാണ്, അതായത് ഏതെല്ലാം കഥാപാത്രങ്ങൾ എന്ന് മനസ്സിലായിട്ടുണ്ടല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ കഥാപാത്രങ്ങൾക്ക് പറ്റിയ ആൾക്കാരെ കണ്ടുപിടിക്കാനായിട്ട്, അതിന് പറ്റിയ ആൾക്കാരെ കണ്ടെത്താനായിട്ട് നിങ്ങൾ മറ്റൊരു അസിസ്റ്റന്റ് ഡയറക്ടറിനെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രധാനപ്പെട്ട നടീനടന്മാർ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സിന്റെ കാര്യമല്ല ഞാനിവിടെ പറയുന്നത്. ഇത്തരത്തിൽ അതിന് താഴേക്കും കുറേയധികം ജൂനിയർ ആർട്ടിസ്റ്റുകളും കുറേയധികം അല്ലാത്ത ആർട്ടിസ്റ്റുകളെയൊക്കെ കണ്ടെത്തേണ്ടതാണ്. അപ്പോൾ ഈ പറഞ്ഞ ജോലിയെല്ലാം തന്നെ ഇത്തരത്തിൽ ഈ ഒരു സെക്കൻഡ് അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരിക്കും ചെയ്യുക. അപ്പോൾ അവിടെയും ഇത്തരത്തിൽ അയാളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, അയാൾ ആ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ഒറ്റയ്ക്ക് പോയിട്ടല്ല ഈ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നത്. ഇത്തരത്തിൽ അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു കാസ്റ്റിംഗ് ഡയറക്ടറും അതുപോലെ തന്നെ ആ ഒരു പ്രൊഡക്ഷൻ ടീമും എല്ലാം തന്നെ അവിടെ ഉണ്ടാകും. അപ്പോൾ ഈ ഒരു കേസിലാണ് ഇത്തരത്തിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ആ ഒരു കോസ്റ്റിംഗ് കാളൊക്കെ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നത്. അതായത് ഇന്ന പ്രായത്തിലുള്ള ഒരു കുട്ടിയെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഇന്ന പ്രായത്തിലുള്ള ഒരു നടനെ ആവശ്യമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കാസ്റ്റിംഗ് കോളുകൾ വരിക. അങ്ങനെ ഈ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറിന്റെ ആ ഒരു ടീമിന്റെ നേതൃത്വത്തിലായിരിക്കും ഇത്തരത്തിൽ ഈ ഒരു കാസ്റ്റിംഗ് കോളും അതുപോലെ തന്നെ ഒരു ഓഡിയേഷനും. അങ്ങനെ ഓഡിയേഷൻ നടക്കുന്ന സമയത്ത് ഇതെല്ലാം തന്നെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് അവർക്ക് വേണ്ടത് ഒരു കഥാപാത്രത്തെ ആയിരിക്കും. ആ ഓഡിയേഷനിൽ പങ്കെടുക്കുന്നത് ആയിരക്കണക്കിന് ആൾക്കാരായിരിക്കും. അങ്ങനെ ആ ഒരു ഓഡിയേഷൻ കഴിയുന്ന സമയത്ത് ഒരു 10-20 പേരുടെ ആ ഒരു പെർഫോമൻസ് എല്ലാം സോർട്ട് ഔട്ട് ചെയ്തിട്ട് ഈ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ അസോസിയേറ്റ് ഡയറക്ടർ ത്രൂ ഡയറക്ടറിലേക്ക് ഇത് എത്തിക്കുകയാണ്. അവിടെയും നിങ്ങൾ എന്ന് പറഞ്ഞ ഡയറക്ടർ അത് കണ്ടിട്ട് ആ ഒരു 30 പേരുടെ പെർഫോമൻസ് കണ്ടിട്ട് അതിൽ നിന്ന് ആരെ എടുക്കണമെന്ന് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു സൈഡിൽ ഇത്തരത്തിൽ ആ ഒരു ലൊക്കേഷൻ ഹണ്ടിങ്ങും മറ്റു കാര്യങ്ങളും നടക്കുന്നു. അതിൽ നിന്ന് സോർട്ട് ഔട്ട് ചെയ്ത ആ ഒരു ലൊക്കേഷൻസിന്റെ ലിസ്റ്റ് നിങ്ങൾ എന്ന ഡയറക്ടർക്ക് ഫസ്റ്റ് അസിസ്റ്റന്റ് ഡയറക്ടർ കൊണ്ടുതരുന്നു. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ സെക്കൻഡ് അസിസ്റ്റന്റ് ഡയറക്ടർ ഇത്തരത്തിൽ ആ ഒരു കാസ്റ്റും മറ്റു കാര്യങ്ങളെല്ലാം സോർട്ട് ഔട്ട് ചെയ്തിട്ട് അതിൽ ആരെല്ലാമാണ് വേണ്ടത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് കൊണ്ടുവരുന്നു. അപ്പോൾ ഈ 2 ലിസ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടല്ലേ. അപ്പോൾ ഈ 2 ലിസ്റ്റിലേക്ക് നോക്കിയിട്ട് നിങ്ങൾ എന്ന ഡയറക്ടർ ഡിസൈഡ് ചെയ്യണം ഏതെല്ലാം ലൊക്കേഷൻസ് ആണ് എടുക്കേണ്ടത്, അതുപോലെ തന്നെ ഏതെല്ലാം ആക്ടേഴ്സിനെയാണ് എടുക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഡിസൈഡ് ചെയ്തതിന് ശേഷം, ഞാൻ പറയുന്നത് മെയിൻ ആക്ടേഴ്സിന്റെ കാര്യമല്ല, അത് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് അല്ലെങ്കിൽ ആരാണ് വേണ്ടതെന്ന് ഡിസൈഡ് ചെയ്തിട്ട് പ്രൊഡക്ഷൻ ടീം അവരോട് പോയി സംസാരിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യും. ഞാൻ പറഞ്ഞ ബാക്കിയുള്ള ആക്ടേഴ്സും കൂടി ഇതിൽ ഉൾപ്പെടും. അങ്ങനെ ഇത് രണ്ടും നിങ്ങൾ എന്ന ഡയറക്ടർ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ സിനിമ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ഏതെല്ലാം ലൊക്കേഷൻസിലാണെന്നും അതുപോലെ തന്നെ ഇതിൽ ആരെല്ലാമാണ് അഭിനയിക്കാൻ പോകുന്നതെന്നും ഏകദേശം ഒന്ന് കൺഫേം ആയി അല്ലേ. അങ്ങനെയാണെങ്കിൽ ലൊക്കേഷൻ ഫൈനൽ കൺഫേം ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ എന്ന ഡയറക്ടറും നിങ്ങളുടെ സിനിമോട്ടോഗ്രാഫറും നിങ്ങളുടെ ആർട്ട് ഡയറക്ടറും പ്രൊഡക്ഷൻ മാനേജറും അവിടുത്തെ ലൊക്കേഷൻ മാനേജർ അവരുടെ കൂടെ ലോക്കൽ മാനേജറും ചിലപ്പോൾ ഉണ്ടാകാം. നിങ്ങളെല്ലാവരും കൂടി ഇത്തരത്തിൽ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് പോയിട്ട്, അതായത് ഈ പറഞ്ഞ ലൊക്കേഷനിലേക്ക് പോയിട്ട് ആ ലൊക്കേഷനിൽ ഷൂട്ടിംഗ് പോസിബിൾ ആണെന്ന് നിങ്ങളെന്ന ഡയറക്ടർ നേരിട്ട് കണ്ട് ബോധ്യപ്പെടണം. അതായത് എന്തിനാണ് നിങ്ങളുടെ സിനിമോട്ടോഗ്രാഫറെ കൊണ്ടുപോകുന്നത് ചോദിക്കുകയാണെങ്കിൽ അവിടെ ആ ഒരു ടെക്നിക്കൽ സൈഡിൽ അവിടെ ക്യാമറ വെക്കുന്നതിനോ അല്ലെങ്കിൽ അവിടത്തേക്ക് യൂണിറ്റ് വണ്ടി കടന്നു പോകും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യാനായിട്ട് ഫൈനൽ ഉറപ്പിക്കാനായിട്ടാണ് ഇത്തരത്തിൽ നിങ്ങൾ സിനിമോട്ടോഗ്രാഫറെ കൊണ്ടുപോകുന്നത്. എന്തിനാണ് ആർട്ട് ഡയറക്ടറിനെ കൊണ്ടുപോകുന്നത് ചോദിക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ആർട്ട് ഡയറക്ടറാണ് അവിടെ ആ ഒരു സെറ്റ് വെക്കേണ്ടത്, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു സെറ്റ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനാണ് നിങ്ങൾക്ക് സീൻ വേണ്ടതെങ്കിൽ ഒരു ബിൽഡിംഗ് നിങ്ങൾ റെന്റിന് എടുക്കത്തേ ഉള്ളൂ. ആ ഒരു ബിൽഡിങ്ങിനകത്ത് പോലീസ് സ്റ്റേഷൻ പണിയേണ്ട ഉത്തരവാദിത്വം ഇത്തരത്തിൽ ആർട്ട് ഡയറക്ടറിനാണ്. അപ്പോൾ അതിന് പോസിബിൾ ആണോ, അവരുടെ കയ്യിലുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ വെച്ചിട്ട് ആ സ്ഥലത്ത് അത് ചെയ്യാൻ പോസിബിൾ ആണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ആർട്ട് ഡയറക്ടറാണ്. അപ്പം ഇത്തരം കാര്യങ്ങൾ, അപ്പോൾ ഇതിനെല്ലാം മാനേജ് ചെയ്യാനാണ് നിങ്ങളുടെ പ്രൊഡക്ഷൻ മാനേജർ വരുന്നത്. അവിടുത്തെ പേയ്മെന്റ് മറ്റു കാര്യങ്ങൾ കൺഫേം ചെയ്യുകയാണെങ്കിൽ പേയ്മെന്റും മറ്റു കാര്യങ്ങളൊക്കെ ഒന്നെങ്കിൽ പ്രൊഡക്ഷൻ മാനേജർ ആവാം അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കൺട്രോളർ ആവാം, ഡിപ്പെൻസ് ഓൺ ദ സിറ്റുവേഷൻ. ഓക്കെ, അപ്പം അവർ വന്നുകൊണ്ട് അത് കൺഫേം ചെയ്ത് തരുന്നതാണ്. അങ്ങനെ നിങ്ങൾ ആ ഒരു ലൊക്കേഷൻസ് എല്ലാം നേരിട്ട് ഈ പറഞ്ഞ ആൾക്കാരും ഒക്കെ ആയിട്ട് പോയിട്ട് കൺഫേം ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ലൊക്കേഷൻ ഹണ്ടിങ്ങിന് വേണ്ടിയിട്ട് മാത്രം ചിലപ്പോൾ 2-3 ലക്ഷം രൂപ, അതായത് ഈ ട്രാവലിനൊക്കെ ആയിട്ട് പ്രൊഡ്യൂസർ സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനെ ഈ ഒരു ലൊക്കേഷൻ മുഴുവൻ ഫൈനലൈസ് ചെയ്തതിന് ശേഷം ഇത്തരത്തിൽ ഈ ഒരു ആക്ടേഴ്സിന്റെ കേസിലേക്ക് വരും. അപ്പോൾ ആക്ടേഴ്സിന്റെ കേസിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുക, അതായത് ഡയറക്ടറിന് ഇപ്പോൾ പുതിയൊരാളാണെങ്കിൽ ഡയറക്ടറിന് ഫോർ എക്സാമ്പിൾ ഒരു മെന്റലി കുറച്ച് ഭ്രാന്തമായിട്ട് അഭിനയിക്കേണ്ട ഒരാളാണെന്ന് കരുതുക. ആ ഒരു സമയത്ത് ഡയറക്ടർ അദ്ദേഹത്തിന് ട്രെയിനിങ് കൊടുക്കണം. അതായത് ആ ഒരു ആക്ടറിന് അല്ലെങ്കിൽ ആ ഒരു ആരാണോ അഭിനയിക്കുന്നത് അവർക്ക് ട്രെയിനിങ് കൊടുക്കണമെന്നുണ്ട്. ഇങ്ങനെയാണ് മെന്റൽ, ഡയറക്ടറിന് എന്താണ് വേണ്ടത് അത് പറഞ്ഞ് പഠിപ്പിക്കേണ്ട ഒരു സെക്ഷൻ ഉണ്ട്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഒരു മാർഷൽ ആർട്സിന്റെ ഒരു സിനിമയാണെന്ന് നോക്കുക. അപ്പോൾ ഈ ഒരു മാർഷൽ ആർട്സ് അദ്ദേഹത്തെ പഠിപ്പിക്കാൻ അദ്ദേഹത്തിന് കുറേ ട്രെയിനിങ് ടൈമും കാര്യങ്ങളൊക്കെയാണ്. അപ്പം എന്താണ് ഡയറക്ടറിന് വേണ്ടത്, ഡയറക്ടർ ഈ പറഞ്ഞ ആക്ടേഴ്സിന് കൂടെ ഇരുന്ന് അവരുടെ കൂടെ ചർച്ച ചെയ്ത് അത് എന്താണോ കഥ, എന്താണോ കോണ്ടന്റ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് അത്രയ്ക്കൊന്നും ഡിസ്കസ് ചെയ്യേണ്ട കാര്യമല്ല എങ്കിൽ അത് വലിയ രീതിയിലൊന്നും പറയേണ്ടതില്ല. എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഭവം ഒക്കെ റോളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇവർ തമ്മിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു ടൈം ഉണ്ടാവും. അങ്ങനെ ഈ പറഞ്ഞ രീതിയിൽ ലൊക്കേഷൻസും ഫൈനലൈസ് ചെയ്യും. ആരെല്ലാമാണോ അഭിനയിക്കാനായിട്ട് പോകുന്നത് അവരെയും ഫൈനലൈസ് ചെയ്യും. അപ്പോൾ ഇവരുടെ പേയ്മെന്റും മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഡയറക്ടർ
ചിന്തിക്കുക പോലും വേണ്ട. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ പ്രൊഡക്ഷൻ ടീമായിരിക്കും ഇതെല്ലാം മാനേജ് ചെയ്യുന്നത്. ഡയറക്ടർ ഇതിനെപ്പറ്റി ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് റെമ്യൂണറേഷൻ എത്രയാണ് അല്ലെങ്കിൽ അതിന്റെ ബാർഗെയിനിങ് ഒന്നും ഡയറക്ടർ അറിയേണ്ട ആവശ്യമില്ല. ഡയറക്ടറിന് എന്താണോ വേണ്ടത്, ഡയറക്ടറിന് ആ സംഭവം കിട്ടുന്നുണ്ടെങ്കിൽ അവർ ഓക്കെ ആയി. ബാക്കി പേയ്മെന്റ് കാര്യങ്ങളൊക്കെ പ്രൊഡക്ഷൻ ടീം നോക്കിക്കോളും. അപ്പോൾ ഒരു സൈഡിൽ ഇത്തരത്തിൽ ഏതെല്ലാം ലൊക്കേഷൻസ് ആണ് വേണ്ടതെന്നുള്ള ആ ഒരു കാര്യത്തിൽ തീരുമാനമായി. ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ആരെല്ലാമാണ് ആ ഒരു സിനിമയിലേക്ക് അഭിനയിക്കുന്നത് എന്നുള്ള കാര്യത്തിലും തീരുമാനമായി. അങ്ങനെയാണെങ്കിൽ ടൊവിനോ ആണ് നിങ്ങളുടെ സിനിമയിൽ അഭിനയിക്കുന്നതെങ്കിൽ ടൊവിനോ നിങ്ങളെന്ന് പറഞ്ഞ ഡയറക്ടറിനോട് ചോദിക്കുകയാണ്, എനിക്ക് കഥയും തിരക്കഥയും കാര്യങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഏതെല്ലാം ഡേറ്റ് ആണ് നിങ്ങൾക്ക് ഷൂട്ടിങ്ങിനായിട്ട് വേണ്ടതെന്ന്. ഇനി ഇപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ സ്ഥലത്തും അത് സ്ഥലം റെന്റിന് എടുത്തിട്ടാണല്ലോ ഷൂട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഇടയ്ക്കൽ പ്രൊഡക്ഷൻ മാനേജർ ചോദിക്കുകയാണ്, അതായത് ഏതെല്ലാം സ്ഥലങ്ങൾ എന്നെല്ലാമാണ് റെന്റിനായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഈ 2 ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം നിങ്ങൾ എന്ന ഡയറക്ടറാണ് കൊടുക്കേണ്ടത്. നിങ്ങളത് എങ്ങനെ കൊടുക്കും? അപ്പോൾ ഇവിടെയാണ് നിങ്ങൾ ഷൂട്ടിംഗ് ഷെഡ്യൂൾ എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ തന്നെ വീഡിയോയുടെ ലെങ്ത് കുറേ അധികമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഷൂട്ടിംഗ് ഷെഡ്യൂളിനെ പറ്റിയും ഇവിടെ നിന്നുള്ള മുന്നിലേക്കുള്ള കണ്ടിന്യൂസ് ക്ലാസ് അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്ത് തന്നെ സംശയങ്ങളുണ്ടെങ്കിലും തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കാൻ പറ്റുന്നതാണ്. തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും പാക്കപ്പ്.